സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഗെയിമർ. നിങ്ങൾ കണ്ടുപിടിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ട്യൂട്ടോറിയൽ ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ എല്ലാ ആഴ്ചയും നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാറുണ്ട്. സോ അടുത്തൊക്കെ പോയി കാണുക. അതുപോലെ നമ്മൾ സർവൈവൽ സീരീസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ സർവൈവൽ സീരീസ് ഫോളോ ചെയ്യുക. നമ്മൾ പ്ലേലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കാണുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ എന്താന്ന് വെച്ചാൽ, നമ്മൾ കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഫാം, അതായത് ഒരു ഓട്ടോ ഫാം നമ്മുടെ ടോട്ടൽ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ നമ്മുടെ സർവൈവലിലേക്ക് നമ്മൾ ചാടിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് അതൊരെണ്ണം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. സോ വീഡിയോ ആണെന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരെ കൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആയിട്ട് പണിയാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് ഓക്കെ, സോ ഇവിടെ ഇപ്പൊ നമ്മൾ അത്യാവശ്യം നമ്മൾ മരമൊക്കെ വയ്ക്കാൻ വേണ്ടി സ്ഥലം വെച്ചാണ്. സോ അത്യാവശ്യം സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ പണിയാൻ പോകുന്നത്. സോ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഐറ്റംസ്. സോ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ 7 പിസ്റ്റൺ, 7 ഹോപ്പർ, 2 ചെസ്റ്റ്, 1 സ്റ്റാക്ക് റെഡ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ലിവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 2 സ്റ്റാക്ക് കൊബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. 1 സ്റ്റാക്ക് ഡേർട്ട് എടുത്തിട്ടുണ്ട്. 10 റെഡ് സ്റ്റോൺ റിപ്പീറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ ഞാൻ എന്തിനാ ഇത്ര ഉണ്ടാക്കിയത്. 10 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 അവിടെ വേണം. പിന്നെ റിപ്പീറ്റ് റെഡ് സ്റ്റോൺസ് വേണ്ടി വരും. പിന്നെ നമ്മുടെ അടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ ഇതൊരെണ്ണം വേണം. വാട്ടർ വേണം. അയ്യോ, വാട്ടർ ബക്കറ്റ് ഇല്ല. നമ്മൾ വാട്ടർ ബക്കറ്റ് വേണം. സോ നമുക്ക് വാട്ടർ ബക്കറ്റും കൂടെ എടുത്തോണ്ട് വരാം. നമുക്ക് മിക്കവാറും ഉണ്ടാക്കേണ്ടി വരും ഒരെണ്ണം ഇവിടെ. നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് അയൺ എടുക്കട്ടെ. 10 എടുത്തിട്ടുണ്ട് ഞാൻ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ബാക്കി? അത്യാവശ്യം ആവുന്നുണ്ട്. ഇനി 7 ബക്കറ്റ് നമുക്ക് നിറച്ചേക്കാം. ഇവിടെയൊക്കെ മുകളിൽ ഇതാണല്ലോ. അതാ നമുക്ക് ഇവിടെ കുറെ പരിപാടി നമ്മൾ സെറ്റ് ചെയ്യണം കേസ്. അതായത് നമ്മൾ ഇവിടെ ടോർച്ച് വെച്ചിട്ടില്ല, നമുക്ക് കോളില്ല. ഞാൻ ഈ മരമൊക്കെ കുറച്ച് വെട്ടി വെക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഞാൻ കുറെയൊക്കെ പ്ലാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പ്ലാങ്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ കുറെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അത് കിടന്നുറങ്ങണം. നമ്മുടെ ഇന്നത്തെ പരിപാടിയും കൂടെ തുടങ്ങിയേക്കാം. നമ്മൾ ഈ വേൾഡ് വലുതായിട്ട് നമ്മൾ കയറുന്നില്ല. കുറെ കാലത്തോളം ആയതുപോലുണ്ട് ഈ സർവൈവൽ സീരീസ് നമ്മൾ ചെയ്തിട്ടേ. നമുക്ക് എന്തായാലും കുറച്ചും കൂടെ എക്സ്പ്ലോറേഷന് പോകേണ്ടതാണ്. നമുക്ക് കുറെ സാധനം കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ മുകളിൽ വെക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ 6, 7 എന്നുള്ള രീതിയിൽ കുറച്ച് ബ്ലോക്ക് വെക്കണം. അതായത് നമ്മൾ ഇപ്പം ഇങ്ങനെ 6, അതായത് ഇങ്ങനെ 7 ബ്ലോക്ക് ഇങ്ങോട്ടും, 1, 2, 3, 4, 5, 6, 7. ഇനി 6 ബ്ലോക്ക് ഇങ്ങനെ തരണം. 1, 2, 3, 4, 5, 6. ഓക്കെ, ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ 2 കുഴി ഇങ്ങനെ എടുത്തിട്ട്, ഇത് കവർ ചെയ്യുന്ന പോലത്തെ 2 കുഴി ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമ്മൾ പിസ്റ്റൺ എടുത്തിട്ട്, പിസ്റ്റൺ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ മറപ്പോയി പിസ്റ്റൺ ഇങ്ങനെ കംപ്ലീറ്റ് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ റിപ്പീറ്റർ എടുക്കുക. റിപ്പീറ്റർ എടുത്തിട്ട് നേരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമ്മുടെ റെഡ് സ്റ്റോൺ ഡസ്റ്റ് എടുത്ത് വെച്ചു കൊടുക്കുക. എല്ലായിടത്തും റെഡ് സ്റ്റോൺ പോകുമെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. 2 ബ്ലോക്ക് അല്ലെങ്കിൽ 1 ബ്ലോക്ക് തള്ളി കൊടുത്തേക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇതിന്റെ മുകളിൽ, ഈ കൊബിൾ സ്റ്റോണിന്റെ മുകളിലായിട്ട് നമ്മുടെ സ്റ്റിക്കി പിസ്റ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇത് ഈ പോണ വഴിയുണ്ടല്ലോ, ജസ്റ്റ് ഇവിടെ റിപ്പീറ്ററും വെച്ച് കൊടുത്തിട്ട് ഇവിടെ വീണ്ടും ഇങ്ങനെ കൊടുത്തേക്കുക. എന്നിട്ട് നമ്മുടെ ലിവർ എടുത്തിട്ട് ലിവർ വെക്കുക. ഓക്കെ, അപ്പൊ ഇത് പൊങ്ങിക്കും. സോ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത സെറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇതുണ്ടല്ലോ കൊബിൾ സ്റ്റോൺ എടുത്തിട്ട് ഇങ്ങനത്തെ രീതിയിൽ ഇവിടെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. ഇതിങ്ങനെ താഴത്തുള്ള കൊബിൾ സ്റ്റോൺ വെക്കുക. ഓക്കെ,
സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുക. 7 എണ്ണത്തിലും വെള്ളം ഒഴിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ. ബാക്കിയുള്ള ഒഴിക്കണം നിങ്ങളുടെ ഇഷ്ടം. സോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ കയ്യിൽ കുറച്ച് ഓക്ലീസ് ഉണ്ട്. സോ ഓക്ലീസ് എടുക്കുക. ഒരു 1 2 ഈ 2 ബ്ലോക്കിലും അപ്പുറത്തും ഈ 2 ബ്ലോക്കിലും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ 2 ബക്കറ്റ് വെള്ളം ഇതിനകത്തേനെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പുറത്തും ഇപ്പുറത്തും ഒഴിച്ചു കൊടുക്കേണ്ടതാണ്, എന്നാൽ അവർ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഒരു പണിയില്ല, നമ്മുടെ ജസ്റ്റ് കൊബിൾസ്റ്റോൺ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്യുമ്പോൾ പക്കയായിട്ട് കവർ ചെയ്യണം, ഉറപ്പ് വരുത്തണം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഒരു പണിയുണ്ട് ആക്ച്വലി. അതായത് നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെ നമ്മുടെ ചെസ്റ്റ് വെക്കണം. അയ്യോ, അതൊന്നും ഞാൻ വെച്ചതേ ഇല്ലല്ലോ. ഇവിടെ ചെസ്റ്റ് വെച്ചിട്ട് ഹോപ്പർ എടുക്കുക. ഈ ഹോപ്പർ എടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിനകത്താണ് നമ്മുടെ സാധനങ്ങൾ വന്ന് വീഴാൻ പോണത്. കറക്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സാധനം കിട്ടും. ഓക്കെ, ഇതോടെ ഇരിക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ഇവിടുന്ന് ഒരു സൈഡിൽ നിന്നും കൂടി ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇവിടെയും കൂടെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഗ്ലാസ് വെച്ചാലും മതി. ഞാൻ ഇവിടെ തൽക്കാലം ഒന്നും വയ്ക്കുന്നില്ലേ. സോ നമുക്ക് ഇനി ചെയ്യണം, നമ്മുടെ ഹോ എടുക്കുക. ഹോ എടുത്തൊന്ന് കിളച്ച് വിട്ട് കൊടുക്കുക എല്ലായിടത്തും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീഡ് ഒന്നും ഇല്ലേ. സോ നമുക്ക് അവിടെ പോയി നമ്മളെ കുറച്ച് സീഡ് എടുത്തോണ്ടിരുന്നത്. ഞാൻ സീഡ് എടുക്കണം. സീഡ് എടുക്കാം. നമുക്ക് എന്തായാലും പോയി നമ്മുടെ അവിടെ വെച്ചിരിക്കുന്ന അവിടെ പോയി നമുക്ക് നമ്മൾ ഈ വേറെ വെച്ചിട്ടില്ല ഇവിടെ നിന്ന് കുറച്ച് സീഡ് എടുത്തോണ്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വർക്ക് ആവണമെങ്കിൽ നമ്മൾ ഇത് വർക്ക് ചെയ്യണം. പക്ഷെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ സാധനം വിളയണം. ഇത് വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നമുക്ക് ഇവിടെ ഒന്ന് കുറച്ച് ടോർച്ചൊക്കെ വെക്കണം. സോ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഇവിടെ ആരും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ വേറെ പരിപാടി സെറ്റ് ചെയ്യാണ്. അതായത് കുറച്ച് ഇതെടുക്കുക, നമ്മുടെ ഫെൻസ് എടുക്കുക. ഫെൻസ് എടുക്കുക. അയ്യോ, ഇങ്ങനെ കറക്റ്റ് കംപ്ലീറ്റ് കൊടുക്കുക. ഓക്കെ, ഒരെണ്ണം കൂടെ വേണം. ഓക്കെ, ഇതാകുമ്പം ആരും കാണത്തില്ല, കയറത്തില്ല, നമുക്ക് തുറക്കാനും പറ്റും. സോ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ പരിപാടി. ഇത് നമ്മൾ നേരത്തെ ചെയ്താണ്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ വലിയൊരു സംഭവം ആലോചിക്കുന്നുണ്ട് ഗൈസ്. നോക്കട്ടെ ഇതെങ്ങനെ നടക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ശ്രമിക്കും. ഓക്കെ, സോ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ വിളിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്യുക. With that being said, with the gamer saying see you on the next video. Bye. Bye. Pada. Okay, bye. അപ്പോൾ ശരി എന്നാ.